പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ന്യൂജൻ പെന്തക്കോസ്ത് പാസ്റ്റർ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വി.ഡി. സതീശനെ 3 വർഷം മുമ്പ് തൃക്കാക്കര ഇലക്ഷൻ്റെ സമയത്ത് തൻ്റെ സമ്മേളനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പ്രവചിച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞു. അതിപ്രകാരമാണ്: അടുത്ത ഇലക്ഷനിൽ 100 സീറ്റിന് മീതെ നേടി UDF അധികാരത്തിൽ വരുമെന്നും അതോടൊപ്പം തന്നെ 12-ലധികം മന്ത്രിമാർ പരാജയപ്പെടുമെന്നുള്ള ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവിൽ നടത്തിയ ഒരു പ്രവചനമാണ്. ആ പ്രവചനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അത് വിശ്വസിച്ചിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇലക്ഷൻ പ്രചരണം നടത്തിയതെന്നും അതുപോലെ തന്നെ ഈ വലിയൊരു വിജയത്തിന് ശേഷം ആ പെന്തക്കോസ്ത് പാസ്റ്ററെ, ന്യൂജൻ പെന്തക്കോസ്ത് പാസ്റ്ററെ വിളിക്കുകയും അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയും ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്രകാരം ഒരു ദൈവത്തിൻ്റെ പ്രവചനം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അത് വിശ്വസിച്ചുവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്ന പല ക്രൈസ്തവരെയും കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതെപ്രകാരമാണ് നാം നോക്കിക്കാണേണ്ടത്. ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഇപ്രകാരം ഒരു ഭാവി പറയുന്ന പ്രവചനത്തിൻ്റെതായൊരു വരം ഉണ്ടോ എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ കാണുന്നൊരു വിഷയമുണ്ട്. പഴയ നിയമത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ആ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതും, അല്ല അവൻ കള്ളം പറയുന്നതാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ലാത്ത ദുരാത്മാവിൽ നിന്നുള്ള പ്രവചനവുമാണ് എന്ന രീതിയിൽ ഒരു അടയാളം പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലെ ന്യൂജൻ പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ ഒരു പ്രത്യേക രീതിയാണ് പരമാവധി ഭാവി പറയുക എന്നുള്ളത്. കൊറോണ വരുമെന്ന് പ്രവചിച്ചവരും വെള്ളപ്പൊക്കം വരുമെന്ന് പ്രവചിച്ചവരും ലോകാവസാനം വരുമെന്ന് പ്രവചിക്കുന്നവരും നമുക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങളുടെ മാനസാന്തരമല്ല, മറിച്ച് തങ്ങൾക്ക് പ്രവചനപരമുണ്ടെന്ന് 4 ആളുകൾ കാണുകയും അങ്ങനെ തങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് അവർ വിശ്വസിക്കുകയും വേണം. ഈ പറയുന്ന പ്രവചനങ്ങളിൽ കുറേ എണ്ണം നടക്കും, കുറേ എണ്ണം നടക്കുകയില്ല. നടക്കുന്ന പ്രവചനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രവചിക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയാണ്. ഇപ്രകാരം പല ബിസിനസ് സംരംഭങ്ങളുടെയും പല ഇൻ്റർനാഷണൽ സംഘടനകളുടെയും എല്ലാം ഉപദേശകരായി ഇപ്രകാരമുള്ള പ്രവാചകന്മാർ മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ഈ പ്രവചനങ്ങളെ വേർതിരിച്ചറിയേണ്ടത്. ഈ പ്രവചനങ്ങൾ ദൈവത്തിൽ നിന്നാണോ അല്ലയോ? ദൈവം എന്തിനാണ് പ്രവചനങ്ങൾ തന്നിട്ടുള്ളത്? ബൈബിളിൽ ഇങ്ങനെ പ്രവചനങ്ങളുണ്ടോ? ബൈബിളിൽ ദൈവത്തിൻ്റെ പ്രവചനം നടത്തിയ ഒരു പ്രവാചകൻ ആ പ്രവചനം പറയുകയും അത് സംഭവിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രവചനം ഏതാണെന്ന് നമുക്ക് നോക്കാം. യോന പ്രവാചകന്റെ പ്രവചനമാണ്. നിനവെ 40 ദിവസത്തിനുള്ളിൽ നശിക്കുമെന്ന് പറയുകയും എന്നാൽ ആ പ്രവചനം നടക്കാതിരിക്കുകയും ചെയ്തു. എന്താണ് നടക്കാതിരിക്കാനുള്ള കാരണം? കാരണം ഇത്രയേ ഉള്ളൂ. യോന പ്രവാചകന്റെ പ്രവചനം കേട്ട് നിനവെ നിവാസികൾ മുഴുവൻ മാനസാന്തരപ്പെടുകയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവർക്കുള്ള ശിക്ഷ പിൻവലിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ്: ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ ഭാവി എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഈ പ്രവചനങ്ങളെല്ലാം, ഭാവി പറയുന്ന പ്രവചനങ്ങളെല്ലാം അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് വിധി എന്നൊരു സങ്കല്പമാണ്. വിധി എന്നൊരു സങ്കല്പം ക്രൈസ്തവ വിശ്വാസത്തിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഒരാളുടെയും ഭാവി എവിടെയും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ എഴുതി വെച്ചു എന്ന് വിശ്വസിക്കുന്ന മതവിഭാഗങ്ങൾ നമുക്കിടയിൽ തന്നെയുണ്ട്. ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും അപ്രകാരം തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ക്രിസ്തു മതം വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്, ഭാവി എവിടെയും എഴുതി വെച്ചിട്ടില്ല. കാരണം ദൈവം പരമപരിശുദ്ധനാണ്. ദൈവത്തിന് ഒരു വ്യക്തിക്ക് നൽകുവാൻ നന്മ മാത്രമേ കയ്യിലുള്ളൂ, തിന്മയായിട്ട് ഒന്നും തന്നെയില്ല. അപ്പോൾ എപ്രകാരമാണ് ഈ ശിക്ഷാവിധികൾ കടന്നു വരുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവചനങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? ഒരു സമൂഹമോ ഒരു വ്യക്തിയോ ചെയ്യുന്ന പാപത്തിന്റെ പരിണതഫലമായി ഉണ്ടാകാൻ പോകുന്ന വിഷയം എന്താണോ അത് എന്താണെന്നുള്ളത് ദൈവം തന്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിന്റെ പരിണതഫലമാണ് ഈ പറയുന്ന പ്രവചനങ്ങൾ. അതിനൊരു ഉദാഹരണമാണ് യോനയുടെ പ്രവചനം. യോനായ്ക്ക് ദൈവം പറഞ്ഞു,
നിനവേ ഇപ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ അവർ നശിക്കും. ഈ ഒരു പ്രവചനം യോനാ പ്രവാചകൻ നിനവേ നിവാസികളോട് പറഞ്ഞപ്പോൾ അവർ മാനസാന്തരപ്പെടുകയും തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തപ്പോൾ അവർക്ക് ഇടയിലുള്ള ആ നാശം തന്നെ പിൻവലിഞ്ഞു പോയി. കാരണം എന്താണ്? അവർ മാനസാന്തരപ്പെട്ടു. അപ്പോൾ അവരുടെ ഇടയിലേക്ക് കടന്നു വരാനിരിക്കുന്ന വലിയ നാശം അവരെ വിട്ടുപോയി, കുറെ കാലത്തേക്ക് വിട്ടുപോയി. ഒരു തലമുറ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അതേ സംഭവം അവരുടെ ജീവിതത്തിലേക്ക് നിനവേലേക്ക് കടന്നു വരുന്നത്. ഇപ്രകാരം പ്രവചനങ്ങളെ നമ്മൾ വേർതിരിച്ചറിയണം. മറ്റൊരു പ്രവചനം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മിക്ക പ്രവാചകന്റെ ഒരു പ്രവചനമുണ്ട്. അദ്ദേഹം പ്രവചിക്കുകയാണ് ആഹാബ് യുദ്ധത്തിന് പോവുകയും മരിക്കുകയും ചെയ്യും എന്നുള്ളൊരു പ്രവചനം യഹോശഫത്ത് രാജാവിനോടും ആഹാബ് രാജാവിനോടും മിക്ക പ്രവചകൻ പറയുകയും അവർ അത് വിശ്വസിക്കാതിരിക്കുകയും മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ ആഹാബ് രാജാവ് കൊല്ലപ്പെടുന്നതും ബൈബിളിൽ നമുക്ക് കാണാം. ഇനി യേശുവിനെ കുറിച്ചുള്ള പല പ്രവചനങ്ങളും പഴയ നിയമത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സംഭവിക്കുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്? ഈ ലോകത്തിൻ്റെതായ പാപങ്ങളും അതിൻ്റെതായ പരിണിത ഫലങ്ങളും എല്ലാം ഇപ്രകാരം ഉണ്ട് എന്നതിനാൽ അപ്രകാരമുള്ള ഒരു കുരിശുമരണത്തിലേക്ക്, അപ്രകാരമുള്ള ഒരു മനുഷ്യാവതാര രഹസ്യത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് പറയുന്ന പ്രവചനമുണ്ട്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശു തൻ്റെ ജീവിത കാലഘട്ടത്തിൽ യൂദാസിനോട് പലവട്ടം പിന്തിരിയുവാനും മാനസാന്തരപ്പെടുവാനും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യൂദാസിനെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന വിഷയങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള കഴിവില്ലായ്മ മൂലം അവൻ ആ പാപത്തിൽ തുടരുന്നു എന്നുള്ളതാണ് ഈ പ്രവചനത്തിന് അവസാനം ഉണ്ടാകുന്നത്. ഇനി ബൈബിളിൽ മറ്റൊരു പ്രവചനം കാണാം. ഹാഗാബോസ് എന്നൊരു പ്രവാചകൻ അപ്പോസ്തല പ്രവചനം 10-ാം അധ്യായത്തിൽ ഒരു ക്ഷാമം ഉണ്ടാവുമെന്ന് പ്രവചിച്ചു. ആ ക്ഷാമം അക്കാലത്ത് ഉണ്ടാവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് പ്രവചനം ഉണ്ടായത്? ആ പ്രവചനത്തിന്റെ അടിസ്ഥാന കാരണം ഒരു ക്ഷാമം ഉണ്ടാവുന്നു എന്ന് തൻ്റെ സഭയോട് ആഗാബോസ് പറയുകയും അതിൻ്റെ ഫലമായി അവർ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. പൗലോസിനെ നിശ്ചയിച്ചുകൊണ്ട് ആ ജെറുസലേമിലെ സഭയ്ക്ക് വേണ്ട സഹായങ്ങൾക്ക് വേണ്ടി മറ്റു സഭകളിൽ നിന്ന് പണപ്പിരിവ് നടത്തുകയും അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ അവസരമായിരുന്നു ഈ പ്രവചനം. 21-ാം അധ്യായത്തിൽ ആഗാബോസ് തന്നെ മറ്റൊരു പ്രവചനം നടത്തുന്നുണ്ട്. പൗലോസ് ശ്ലീഹായിൽ നിന്ന് അരപ്പട്ട എടുത്തുകൊണ്ട് ഈ അരപ്പട്ടയോട് സ്വയം അടിച്ചുകൊണ്ട് ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ജെറുസലേമിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചാട്ടം കൊണ്ട് അടിക്കും എന്ന് പ്രവചിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടെയുള്ള സമൂഹം മുഴുവൻ പറഞ്ഞു പൗലോസ് അവിടേക്ക് പോകരുത് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ 2 തീരുമാനങ്ങൾ എടുക്കാൻ പൗലോസ് ശ്ലീഹയുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് പ്രവചിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവിനെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു, താൻ അങ്ങോട്ട് പോകരുത്, പോയാൽ ചാട്ടം കൊണ്ട് അടിയേൽക്കും. രണ്ടാമതൊന്ന്, അങ്ങോട്ട് പോയാൽ ചാട്ടം കൊണ്ട് അടിയേറ്റുകൊണ്ട് കർത്താവിന് സുവിശേഷം പറയുവാനും കർത്താവിന് വേണ്ടി പീഡ അനുഭവിക്കുവാനും സാധിക്കും. പൗലോസ് ശ്ലീഹ ഇതിൽ രണ്ടാമത്തേത് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രവചനം എന്തിനു വേണ്ടി ഉണ്ടായതാണ്? പോകരുത് എന്ന സന്ദേശത്തിന് വേണ്ടി ഉണ്ടായതാണ്. അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള സന്ദേശമാണ് നൽകിയത്. പൗലോസ് ശ്ലീഹ രണ്ടാമത്തെ സന്ദേശം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്രകാരം പ്രവചനം കടന്നു വരുന്നതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെ ലക്ഷ്യം മാനസാന്തരത്തിന് വേണ്ടിയാണ്. മൂന്നാമത്തെ ലക്ഷ്യം സഭാ മക്കളുടെ വിശ്വാസത്തിന് വേണ്ടിയാണ്. ഇപ്രകാരമുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതുണ്ടാവുന്നത്. ഇനി നാം ഇവിടെ കേട്ട പ്രവചനം എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാവി എഴുതി വെച്ചിട്ടുണ്ട്, ആ ഭാവി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പ്രവചനമാണ് മുഖ്യമന്ത്രിയുടെ പ്രവചനം എന്ന രീതിയിൽ ന്യൂജൻ പെന്തക്കോസ്ത് പാസ്റ്റർമാർ അവതരിപ്പിച്ച ഈ പ്രവചനം കാണാൻ സാധിക്കുക. അപ്പോൾ അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ്? സാമ്പത്തികമായ മേന്മ, തൻ്റെ പ്രവചനം തെറ്റില്ലെന്നുള്ള തെളിയിക്കൽ, താൻ എന്തോ വലിയ സംഭവമാണെന്ന് അറിയിക്കൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിക്കലും അത് കേൾക്കുന്ന വ്യക്തിയോ അത് അനുഭവിക്കുന്ന വ്യക്തിയോ മാനസാന്തരപ്പെടുന്നില്ല. സഭയ്ക്ക് ഒരു പൊതു നന്മയാകുന്നുമില്ല. കുറേയധികം പ്രവചനങ്ങൾക്കിടയിൽ ഒരു പ്രവചനം അത് ശരിയായത് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ദൈവത്തിൽ നിന്ന് തന്നെയാണോ എന്ന് വിവേചിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ
മുഖ്യമന്ത്രിയായിരിക്കുന്ന സി ജോസഫ് വിജയ് അദ്ദേഹം ഒരു ജ്യോതിഷിയെ തൻ്റെ ഉപദേശകനാക്കി വയ്ക്കുകയും പിന്നീട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ആ ജ്യോതിഷി പ്രവചിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ജയലളിതയുടെ ജ്യോതിഷിയായിട്ടും ആ വ്യക്തി തന്നെ ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇതിനൊക്കെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം ഇതാണ്: ഭാവി എഴുതി വെച്ചിട്ടുണ്ട്, അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയുന്നു എന്നുള്ളതാണ് ഇതിനൊക്കെ അടിസ്ഥാനപരമായ കാര്യം. ഇത് ക്രൈസ്തവ വീക്ഷണമല്ല എന്നുള്ള കാര്യം ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പല കരിസ്മാറ്റിക് മേഖലകളിലും ഇതുപോലെ ഭാവി പറയുന്ന ആളുകളുണ്ട്. കൗൺസിലിങ്ങിലൂടെ ഭാവി പ്രവചിക്കുന്ന ആളുകൾ, പ്രാർത്ഥിച്ചിട്ട് മൈക്കിലൂടെ ഭാവി പറയുന്ന ആളുകൾ. യഥാർത്ഥ സത്യം മനസ്സിലാക്കുക, ഒരിക്കലും ആരുടെയും ഭാവി എവിടെയും എഴുതി വെച്ചിട്ടില്ല. മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനങ്ങളാണ് പ്രവചന വരത്തിലൂടെ കർത്താവ് നൽകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രവചനം കേട്ട് കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു നാശം ഉണ്ടാകാൻ പോകുന്നു, അത് സംഭവിക്കുമെന്ന് ഏതെങ്കിലും ഒരു പ്രവാചകനോ ഏതെങ്കിലും ഒരു കൗൺസിലറോ എന്നോട് നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് സംഭവിക്കുമല്ലോ എന്ന് പറഞ്ഞ് നിരാശരാകുകയോ അത് സംഭവിക്കാൻ കാരണമായ വ്യക്തികളെ ശപിക്കുകയോ അല്ല, മറിച്ച് മാനസാന്തരപ്പെടുകയും കർത്താവിന്റെ മുമ്പിൽ കണ്ണീരോടെ കടന്നു വരികയുമാണ് ചെയ്യേണ്ടത്. യേശു തന്നെ ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പീലാത്തോസ് ജെറുസലേമിൽ ബലിയർപ്പിക്കാൻ കടന്നു വന്നവരുടെ രക്തം അവരുടെ ബലിവസ്തുക്കളിൽ കലർത്തിയിട്ടുണ്ട്, അതായത് അവർ കൊന്നിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഗോപുരം ഇടിഞ്ഞു വീണ് കുറേ പേർ മരിച്ചു എന്നുള്ളതും അവരുടെ പാപം നിമിത്തമല്ല, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കും അത് സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രവചനങ്ങളോട് ഓരോ ക്രിസ്ത്യാനികളും പ്രത്യേകമായി നോക്കിക്കാണേണ്ട രീതി വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഒരു പ്രവചനങ്ങളും ഭാവിയിൽ വെച്ച് ഇന്നത് സംഭവിക്കും, നിനക്ക് ഇന്ന നാശം സംഭവിക്കും, നിനക്ക് ഇന്ന സൗഭാഗ്യം സംഭവിക്കും എന്ന് പറയുന്ന ഒരു പ്രവചനങ്ങളും ദൈവത്തിൽ നിന്നാണ് എന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം നൽകുന്ന അടയാളങ്ങൾ മാത്രമാണ്. നമ്മൾ മാനസാന്തരപ്പെടുകയാണെങ്കിൽ ഏത് കടന്നു വരാനിരിക്കുന്ന നാശങ്ങളും നീങ്ങിപ്പോകും എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ നാം ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നുള്ള വിഷൻ മാത്രമാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നൽകുന്നത്. ഒരിക്കലും ഇന്നത് സംഭവിക്കൂ എന്ന് പറയുന്ന ഒരു ഭാവി എവിടെയും എഴുതി വെച്ചിട്ടില്ല. കാരണം നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരണം, മാനസാന്തരപ്പെടണം. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള പലരുടെയും പ്രവചനങ്ങൾ കേട്ടുകൊണ്ട് അത് മാത്രമാണ് സത്യമെന്നും അവരിലാണ് സത്യമെന്നും രീതിയിൽ അങ്ങോട്ട് ഈയാമ്പാറ്റകളെ പോലെ ചെന്നെടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നാശത്തിനും കാരണമാകുമെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.